ആസിഫ് അലി. എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം. വിജയേട്ടാ നമസ്കാരം. മുന്നിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല. എങ്കിലും ഒരുപാട് സന്തോഷത്തോടെയാണ് 25ാം വാർഷികം ആഘോഷിക്കുന്ന കൈരളിയുടെ ഈ വേദിയിൽ നിൽക്കുന്നത്. അതിന് വിളിച്ചത് ചന്തു പറഞ്ഞ പോലെ കൈരളിയുടെ പ്രിയപ്പെട്ട വല്യേട്ടൻ മലയാള സിനിമയുടെ മമ്മൂക്കയാണ്. അപ്പൊ അതില് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കേരള സ്റ്റേറ്റ് അവാർഡിൽ ബെസ്റ്റ് ആക്ടറിലെ നോമിനേഷനിൽ പ്രിയപ്പെട്ട മമ്മൂക്കായോടൊപ്പം പേര് വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു നടന്റെയും അഹങ്കാരമാണ്, ആഗ്രഹമാണ്. അതിനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ജൂറി മെൻഷനും വേണ്ടി. അപ്പൊ അത് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മലയാളി സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അവസാനിപ്പിക്കാൻ വേണ്ട, നമുക്ക് തുടരാം. ഞാൻ അടുത്ത ആളെ വിളിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു 90കളുടെ രണ്ടാം പകുതിയിൽ ഇങ്ങോട്ട് ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഓടിച്ചുകൊണ്ടിങ്ങ് വന്ന് നമ്മുടെ മനസ്സിൽ കയറി സ്ഥാനം പിടിച്ച ഒരാളാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബൻ. എന്തോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സദസ്സിലിരിക്കുന്ന ബഹുമാനരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഖമാണോ? കൈരളി ചാനലിന്റെ 25ാം വാർഷികം. അത് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് മമ്മൂക്കയാണ്. പക്ഷെ അതിലൊരു ബ്രില്യൻസ് ഉണ്ടായിരുന്നു. എന്നെ ക്ഷണിച്ചതിലൊരു ബ്രില്യൻസ് അത് എന്താണെന്നുള്ളത് ഈ വേദിയിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മമ്മൂക്കയുടെ ഒപ്പം പേട്ടിയുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക കുറേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ അടുത്ത് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മോണിറ്ററിൽ കുറച്ച് ചാക്കോച്ചൻ്റെ മൈക്ക് മോണിറ്ററിൽ തന്നു കേട്ടോ. എല്ലാവർക്കും കേൾക്കാമോ? ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ. മമ്മൂക്ക എന്നെ അടുത്ത് വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, ചാക്കോ മാഷേ, മമ്മൂക്കയും DQ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്, എനിക്കൊരു 25,000 രൂപ കടം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഗഡുക്കളായിട്ട് തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അതിന് മമ്മൂക്ക പറഞ്ഞ് അല്ല, അത് ഒറ്റയടിക്ക് വേണം, പക്ഷെ തിരിച്ച് ഗഡുക്കളായിട്ട് തരാമെന്നാണ് മമ്മൂക്ക എന്നോട് പറഞ്ഞത്. പക്ഷെ ആ 25,000 രൂപ എന്ന് പറയുന്നത് കൈരളിയുടെ 25ാം വാർഷികമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ബ്രില്യൻസ് ഇപ്പോൾ ഈ വേദിയിൽ വന്നേക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെയും അദ്ദേഹം ചെയ്ത സിനിമകളിലൂടെയും നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കാനായിട്ട് എനിക്ക് അവസരം തന്നതിന്, എന്നെ ക്ഷണിച്ചതിന് മമ്മൂക്കയോടും കൈരളി ചാനലിനോടും നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അബുദാബി എനിക്ക് കുറച്ചുകൂടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുപാട് മലയാളികളുണ്ട് എന്നതിനപ്പുറം എൻ്റെ പ്രിയ ജനിച്ച സ്ഥലമാണ് അബുദാബി. അപ്പോൾ ഞാൻ അങ്ങോട്ടില്ല എന്ന് പറയുന്നുണ്ട്. എപ്പോഴല്ലേ മനസ്സിലായത്? ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു വേദിയാണ്, ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു ചടങ്ങിനെ ഇവിടെ നിൽക്കുമ്പോൾ കൈരളിയുമായിട്ടുള്ള ഒരു ചെറിയ അബുദാബിക്ക് എൻ്റെ നമസ്കാരം. മമ്മൂക്ക വേദിയിൽ വെച്ച് പറഞ്ഞു അബുദാബിയിൽ ആദ്യമായിട്ട് എത്തിയത് 1987 അപ്പോൾ ഞാൻ മമ്മൂക്കയേക്കാൾ ഒരു വർഷം സീനിയറാണ് ആ കാര്യത്തിൽ. 1986 കലാഭവന്റെ മിമിക്സ് പരേഡുമായിട്ട് ഞാൻ ആദ്യമായിട്ട് അബുദാബിയിൽ എത്തുന്നത്.